പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമണം നടത്താൻ ശ്രമിച്ച പാകിസ്ഥാന് അതേ നാണയത്തിൽ ചുട്ട മറുപടി നൽകിയിരിക്കുന്നു. അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റേഡാറുകൾ ഉൾപ്പെടെ തകർന്നിരിക്കുകയാണ് വ്യോമസേന ഉദ്യോഗസ്ഥർ. ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള അപായം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരികയാണ്. ഇസ്ലാമാബാദിൽ അപായ സൈറൺ മുഴങ്ങുന്നു. പൗരന്മാരോട് ലഹോർ വിടാൻ അമേരിക്കയുടെ നിർദ്ദേശം. കൂടാതെ പാർലമെന്റിന്റെ അടിയന്തര യോഗം, അതിൽ നാടകീയ രംഗങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ഇനി പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, അതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിലൊക്കെ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കടുത്ത തോതിലുള്ള ആക്രമണമാണ്. അത് സൈന്യത്തിനെതിരെയല്ല, ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അത് ചെറുക്കുന്നതിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ ഇനി പാകിസ്ഥാന്റെ ഒരു പ്രകോപനമുണ്ടാവുകയാണെങ്കിൽ അതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരും. അതിനായി മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഇന്ത്യ നേരത്തെ തന്നെ ഈ വിന്യാസം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നോ അതിന് കൃത്യമായ അതേ അളവിലുള്ള മറുപടി എന്ന സമീപനമാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. അനുജ, ഞാനിപ്പോൾ ഉള്ളത് കുപ്വാരയിലെ അതിർത്തി ഗ്രാമമായ ചൗക്കിബാളിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇതൊരു ജനവാസ മേഖലയാണ്. ഇന്ത്യയിലെ ഈ മേഖലയിലെ കുപ്വാര മേഖലയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് ഇത്. ഒരു കടയുടെ ഷട്ടർ വരെ തുളച്ചു കയറുന്ന രീതിയിലുള്ള മാരക പ്രഹരശേഷിയുള്ള ഷെല്ലാണ് ഇവിടെ ആക്രമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളും കടകളും മുഴുവൻ പാകിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നു. പാക് ഷെല്ലുകൾ ഏറ്റ് ഇവിടെയെല്ലാം തന്നെ വലിയ തോതിലുള്ള ആഘാതം ഉണ്ടായിരിക്കുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൽ ഈ കാണുന്നത് ഇതൊരു ഗട്ടറല്ല, ഒരു സാധാരണ ഗട്ടറല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഷെൽ വീണ് പതിച്ചതാണ്. ഇവിടെ വലിയ ഈ കട്ടിയുള്ള ടാർ റോഡ് പോലും തകർന്നിരിക്കുന്നു. ബങ്കറുകൾ പോലും തകർക്കാവുന്ന ശേഷിയുള്ള തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഷെല്ലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. ഇതൊരു വൈദ്യുത പോസ്റ്റാണ്, ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുത പോസ്റ്റാണ്. ഏതാണ്ട് അതിൻ്റെ കനം എന്നുള്ളത് ഏതാണ്ട് 1/4 ഇഞ്ചോളം കനം ആ ലോഹ പോസ്റ്റിനുണ്ട്. അതുവരെ തുളഞ്ഞു കയറിയിരിക്കുകയാണ് പലയിടത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ആഘാതം ഒരു ഇരുമ്പ് പോസ്റ്റിൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന്റെ ഈ ജനവാസ മേഖലയിൽ പ്രയോഗിച്ച ഷെല്ലുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഒരു ഷെൽ മാത്രമല്ല, പലയിടങ്ങളിലായി നിരവധി ഷെല്ലുകൾ പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ, ജനങ്ങളുടെ വീടുകൾ, കടകൾ എല്ലാം തന്നെ പാടെ തകർത്തിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നത് ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാട്ടിക്കൊടുത്തത്. ഇന്നിപ്പോൾ ബൽറാം നിൽക്കുന്ന സ്ഥലം ഏതാണ്? അവിടെ ആളുകളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആളുകൾ ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ? അല്പസമയം മുമ്പ് വരെ അനുജ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ ഇവിടെ നിന്നും വിട്ടൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആളുകൾ വീടുകളും കടകളും ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. അവർ പറയുന്നത് ഇപ്പോൾ ഈ താഴെ സുരക്ഷിത മേഖലയിൽ ബന്ധുക്കൾ ഉള്ളവർ അവരുടെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ വാഹനങ്ങളിൽ പോയി ഈ ഷെല്ലാക്രമണം ഏൽക്കാത്ത അത്രയും ദൂരത്തേക്ക് മാറിപ്പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് കുപ്വാരയിലെ ചൗക്കിബാൾ എന്ന ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇതിന്റെ 2 കോണുകളിലായി നമുക്ക് ഈ വശത്ത് ഇപ്പോൾ കാണുന്ന ഈ വീടിന് മുകൾ ഭാഗത്തുള്ള ആ കുന്നിനപ്പുറം എന്നുള്ളത് കേരൻ സെക്ടറാണ്. ഇന്ത്യ പാക് അതിർത്തി മേഖലയാണ്, നിയന്ത്രണ രേഖ. ഇതിനപ്പുറത്തേക്ക് പാക് അധീന കശ്മീരാണ്. സമാനമായി തന്നെ ഇതിന് സമീപമായി എതിർവശത്തുള്ള മേഖല എന്നുള്ളത് നൗഗാം എന്ന മേഖലയാണ്. ഈ 2 ഇടങ്ങളിലും പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നും ഇവിടേക്ക് ഷെല്ലാക്രമണങ്ങൾ ഉണ്ടാകുന്നു തുടർച്ചയായി. അതുകൊണ്ട് തന്നെ ആളുകൾ മുഴുവനായി വലിയ ആശങ്കയിലാണ്. അവരുടെ ഏക വരുമാന മാർഗം, അവരുടെ മുഴുവൻ സമ്പാദ്യവും ഉപേക്ഷിച്ച് മുഴുവൻ ആളുകളും ഇവിടെ നിന്നും പോയിരിക്കുന്നു. അവർ ഇപ്പോൾ മാധ്യമങ്ങൾ വന്ന ഘട്ടത്തിൽ കുറച്ചുപേർ ഇവിടെ എത്തിയിരുന്നു, ആളുകളോട് സംസാരിച്ചിരുന്നു, അവരുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ കനത്ത മഴ ഇവിടെ ആരംഭിച്ചു. ഒപ്പം തന്നെ സമയം വൈകി വരുന്നു. ഇരുട്ടായാൽ വീണ്ടും
വീണ്ടും പാകിസ്ഥാന്റെ ആക്രമണം ഇവിടെ ഉണ്ടാകുമോ എന്ന വലിയ ആശങ്ക അവർക്കുണ്ട്. അതിനാൽ തന്നെ അവർ മടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്തുള്ള കാഴ്ച മാത്രമാണ്. ഈ മേഖലകളിൽ നിരവധി ഇടങ്ങളിൽ ഇതിന് മുകൾ വശത്തുള്ള വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് ഇടങ്ങളിൽ എല്ലാം തന്നെ ആക്രമണം. അനുജ, ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്നു പോയിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ്. ഈ പരിസരത്തുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണത്തിൽ. വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ഇവിടെ എല്ലാം തന്നെ താഴെയുള്ള ഗ്രാമങ്ങളിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള വീടുകൾ, ചില വീടുകളിൽ ആക്രമണം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടകൾ ഒന്നും ഇന്ന് തുറന്നിട്ടില്ല. അനുജ, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു നഗരപ്രദേശം, ഒരു സ്ഥലത്ത് ഈ ഒരു സമയമാകുമ്പോൾ ആളുകൾ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവിടെ ഒരാൾ പോലുമില്ല. കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. കടകൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു.